എൻ്റെ കർമ്മം ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്കൊരാളെ കാണണം, അനുഗ്രഹം വാങ്ങണം. ആരെയാ? ഈ ആശ്രമത്തിൻ്റെ എല്ലാമെല്ലാമായ ശിവയോഗിയെ. ഓം നമഃ ശിവായ. പറയുന്നത് കേക്ക് മോളെ. ഇതൊന്നും മോക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളല്ലേ? വാ, അതൊക്കെ മരുന്നുകളാ. മോളെ ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ. ഈ മരുന്ന് കഴിച്ചാ അമ്മയുടെ അസുഖമൊക്കെ മാറോ? പോവും. നമ്മളിനി എപ്പോഴാ തിരിച്ചു പോകുന്നേ? ചിത്ര പൗർണമി ദിവസം ചികിത്സ കഴിയും. അത് കഴിയുമ്പോ നമ്മൾ തിരിച്ചു പോവും. എന്താ നോക്കൂടുന്ന് മടുത്തോ? വേണമെങ്കിൽ തിരിച്ചോണ്ട് വിടാം. വേണ്ട, ഞാൻ എന്റെ അമ്മയെ വിട്ട് എവിടെയും പോകുന്നില്ല. ഉമ്മ. സമൃദ്ധയ്ക്ക് ഓർമ്മ തിരിച്ചു വരുമ്പോ ഈ സന്തോഷം മായുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഗൂഗിളിന് ഉറപ്പ് പറയാൻ പറ്റുമോ? ആക്സിഡന്റ് പറ്റുന്നതിന് മുൻപുള്ള സമൃദ്ധ ആരായിരുന്നു, അവളുടെ കുടുംബം ഏതായിരുന്നു, അവളുടെ ബന്ധുക്കൾ ആരായിരുന്നു, ഇതൊന്നും നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഒരുപക്ഷെ ഇതിനേക്കാൾ തീവ്രമായൊരു കുടുംബ ബന്ധം സമൃദ്ധയ്ക്ക് മുൻപുണ്ടായിട്ടുണ്ടെങ്കിലോ? അതിന്റെ തെളിവല്ലേ ഇപ്പോഴും അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി. അമ്മയെ അവന്തികം പറഞ്ഞതുപോലെ ചികിത്സ കഴിഞ്ഞ സമൃദ്ധ ഗൗരിമണി മറക്കോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഗൗരിമുക്ക് താങ്ങാൻ കഴിയുന്നവരില്ല. അച്ഛാ, ഓ, അച്ഛന്റെ ഫോണിങ് തന്നെ. എന്തിനാ മോളെ? ഇങ്ങത്താ പറയാം. അച്ഛൻ ലോക്ക് എടുത്തതാ. അച്ഛൻ അമ്മയടുത്ത് ചേർന്ന് നിന്നേ. എന്തിനാ? നിക്ക്, തോളത്ത് കൈയിട്ടോ. ഫോട്ടോ എടുക്കാനാ? വേണ്ട 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 മോളെ. വേണം, നിക്കച്ചാ. ഓ, നിക്കാം നിക്കാം. കൈയിട്ടോ. ചിരിക്കച്ചാ. സൂപ്പർ. എവിടെ നോക്കട്ടെ? തരാം തരാം. രണ്ടൊരു അനങ്ങാതെ അവിടെ ഇരുന്നേ. ചെല്ല്, ചെന്നിരിക്കേ. ഫോട്ടോ എടുത്തില്ലേ? അതൊക്കെ ഉണ്ട്, ഇരിക്കേ. അച്ഛാ കൈയിട്ടോ. എന്ത് കാണിക്കണം? അച്ഛാ താഴെ. എവിടെ നോക്കട്ടെ? കൊള്ളാമോ? ഫോട്ടോ കൊള്ളാലോ. എന്റെ കോലം കണ്ടില്ലേ ഈ ഡ്രസ്സില്? ഇരിക്കട്ടെ, ഈ കാലത്തിന്റെ ഓർമ്മയ്ക്ക് നമുക്ക് സൂക്ഷിക്കാം. പിന്നീട് ഓർക്കുമ്പോ ചിലപ്പോ ഇത് മാത്രമേ നമുക്കുണ്ടാവൂ. താങ്ക്സ് മോളെ. വെൽക്കം. ആഹാ, അച്ഛനും അമ്മയും മോളും കൂടെ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നല്ലോ. മോള് ഞങ്ങളുടെ ഫോട്ടോ എടുക്കായിരുന്നു. എവിടെ നോക്കട്ടെ? ആഹാ, മോക്ക് നല്ലതുപോലെ ഫോട്ടോ എടുക്കാൻ അറിയാലോ. എനിക്കും കൂടി ഒരു ഫോട്ടോ എടുത്തു തരണം കേട്ടോ. പിന്നെന്താ, തരാലോ. ഇപ്പൊ വേണോ? ഇപ്പൊ വേണ്ട, പിന്നെ മതി. ഇവിടെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലാത്തതാ. പിന്നെ ഗൗരിക്കുട്ടി ആയതുകൊണ്ട് ക്ഷമിച്ചു. നസ്യത്തിന് സമയമായി. ഞാനും കൂടെ കണ്ടോട്ടെ? അയ്യോ, ഇവിടെ രോഗികളെ അല്ലാതെ വേറെ ആരെയും കയറ്റാൻ പാടില്ലാത്തതാ. എനിക്കും കാണണം. ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ. അച്ഛൻ മോളെ കൊണ്ടുപോയി ആശ്രമമൊക്കെ ചുറ്റിക്കാണിക്കും. വേണ്ട, എനിക്ക് അമ്മയുടെ കൂടെ വന്നാ മതി. അങ്ങനെ പറയല്ലേ മോളെ. ദേ, ട്രീറ്റ്മെന്റ് സമയത്ത് അമ്മയെ വിഷമിപ്പിക്കാൻ പാടില്ല. വാ, അച്ഛനല്ലേ വിളിക്കുന്നത്. വാ, വന്നേ പറയട്ടെ.
അമ്മയുടെ ട്രീറ്റ്മെന്റ് കഴിയുമ്പോഴേക്കും നമുക്ക് വരാം. ദേ അപ്പുറത്തെ ക്യാനിൽ ഐസ്ക്രീം കിട്ടും, അച്ഛൻ വാങ്ങിച്ചു തരാം. ശരി വാടാ. ഏത് ഫ്ലേവറാ വേണ്ടേ? മോൾക്ക് അമ്മയോട് വലിയ അറ്റാച്ച്മെന്റ് ആണല്ലേ? അവക്ക് ഞാനില്ലാതെ പറ്റില്ല. തിരിച്ചെനിക്കും അങ്ങനെ തന്നെയാ. അവളെ എന്റെ ജീവൻ, എന്റെ എല്ലാം. ആരെങ്കിലും ചോദിച്ചാൽ പേരെന്താണെന്ന് പറയും? കബീർ ഖാൻ. കൊള്ളാം. ഈ വേഷവും ഈ പേരും നല്ല ചേർച്ച. അലുവയും മത്തിക്കറിയും പോലെ ഉണ്ട്. ആര് കേട്ടാലും വിശ്വസിക്കും. കേശവൻ പോറ്റി. ആര് ചോദിച്ചാലും തന്റെ പേരതാണെന്നേ പറയാവൂ. കൊള്ളാം. കില്ലർ കേശവൻ പോറ്റി. അപ്പോ കേശവൻ പോറ്റി പണി തുടങ്ങല്ലേ? അമ്മയോട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എന്റെ നമുക്ക് വിഷമായോ? അത് സാരമില്ല, നമുക്ക് അമ്മയെ വൈകുന്നേരം കാണാം. ഇപ്പോ അച്ഛമ്മക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരാം. വാ. ആ വരുന്നത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ? ഇല്ല, ആരാ? അതാണ് നമ്മുടെ ഇരയുടെ ഭർത്താവും മകളും. ഇനി തന്റെ ജോലി തുടങ്ങാമല്ലോ. ജോലി തുടങ്ങാം, പക്ഷെ അതിന് മുന്നേ ചെറിയൊരു കാര്യമുണ്ട്. അതെന്താ? തടി മുറിക്കുന്നതിന് മുമ്പ് തടിയുടെ അനുവാദം ചോദിക്കുന്നൊരു ചടങ്ങില്ലേ? എനിക്കറിയില്ല. എന്നാ അങ്ങനെ ഉണ്ട്. വെട്ടിമുറിച്ചെടുക്കുമ്പോൾ വേദനിക്കരുത്. വെട്ടുന്നവന്റെ കയ്യിലുള്ള മഴുവിന് തടി വീഴണം. അതിനുള്ള പ്രാർത്ഥനയാ. അതുപോലെ എൻ്റെ കർമ്മം ആരംഭിക്കുന്നതിന് മുമ്പ് എനിക്കൊരാളെ കാണണം, അനുഗ്രഹം വാങ്ങണം. ആരെയാ? ഈ ആശ്രമത്തിന്റെ എല്ലാമായ ശിവയോഗിയെ. ഓം നമഃ ശിവായ.